ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. തീർച്ചയായും കപടവിശ്വാസികൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. അത് അവിടെ മാത്രമല്ല, അവർക്ക് ഈ ദുനിയാവിലും ഉള്ളിൽ നരകം തന്നെയായിരിക്കും. നാറുല്ലാഹിൽ മൂഖദത്തുല്ലത്തി തത്വലിഉ അലൽ അഫ്ഇദ. ഹൃദയങ്ങളെ കാർന്നു തിന്നുന്ന നരകം, തീയ് അവനെപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സഹാബാക്കളുടെ ചരിത്രം പറയാനും അത് കേൾക്കാനൊക്കെ നല്ല സുഖമാണ്. ബദർ മൗലൂദ് നടത്താനുള്ള സുഖ, ബദരീങ്ങളെ മൗലൂദ് നടത്താനും ചീരിഞ്ഞു കഴിക്കാനും അതിനോട് ദാനം ചെയ്യാനൊക്കെ ഓക്കെ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ബദരീങ്ങളുടെ ഈമാന് നമ്മളിൽ വന്നിട്ടുണ്ടോ? ഇവിടെയും കുറെ കാര്യങ്ങൾ മനസ്സിലായി. മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ട്, രണ്ടിലും പെടാത്ത ഉടായിപ്പ്. കുട്ടികളെ കല്യാണം കഴിക്കണ്ടാവും, അല്ലെ വീടുണ്ടാക്കണ്ടാവും, വളരെ മോശമായ അവസ്ഥയിലായിരിക്കും. കുട്ടികൾ വലുതായിട്ട് ഒരു വീട് വേണം, അവൻ പണിക്കൊന്നും പോകില്ല, ശരിയാൻ മണ്ണത്തിൽ പണിക്കൊന്നും പോകില്ല. അവസാനം അവൻ പറഞ്ഞു കിടക്കൽ എന്താണ്? ഞങ്ങൾക്ക് അള്ളാഹു ഉള്ളവൻ, ഞാൻ അള്ളാഹു തവക്കുൽ ചെയ്തിട്ട് വീടുണ്ടാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ നബിയിനാ വ മൗലാനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ നബിയിനാ വ മൗലാനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം. എനിക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ മാതാപിതാക്കന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, കൊച്ചനുജൻ, എല്ലാവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യും. ബദരീങ്ങളുടെ സ്മരണയാൽ മുഖരിതമായ ഈ ബദർ ദിനത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് ചില അതുമായി ബന്ധപ്പെട്ട നമുക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ സംസാരിക്കാനാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ സംസാര വിഷയമായി വെച്ചത് തന്നെ മുനാഫിക്കും മുഅ്മിനും തമ്മിലുള്ള അന്തരം. ഒരു കപടവിശ്വാസിയുടെയും അല്ലാഹുവിനും റസൂലിലും ദൃഢമായി വിശ്വസിച്ച ആളുടെയും ഈമാനിലുള്ള വ്യത്യാസമാണ് നമ്മുടെ സംസാര വിഷയം. കൂടുതൽ മുഖവുരയൊന്നും കൂടാതെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, അള്ളാഹുവിലും അവന്റെ റസൂലിലും ദൃഢമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തി എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അവന്റെ അടുക്കൽ അള്ളാഹും അവന്റെ റസൂലും തന്നെയായിരിക്കും വരുന്നത്. എന്നാൽ അള്ളാഹുവും റസൂലും പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല, പാരമ്പര്യമായിട്ട് മുസ്ലിമായി, അതല്ലെങ്കിൽ നിർബന്ധ സാഹചര്യത്തിൽ മുസ്ലിമായി, പക്ഷെ അള്ളാഹുവും റസൂലിലും ശരിയാമെന്നത് വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ ഭൗതികമായ ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോകൽ അതൊരു വലിയ വിഷയം തന്നെ. പക്ഷെ രണ്ടുപേരും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ വ്യത്യാസങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ സംസാരിക്കാൻ കാരണം, ഇത് നമ്മൾ എങ്ങനെയാണ് എന്ന് ഓരോരുത്തരും അവരവരുടെ വിലയിരുത്തിയാൽ തന്നെയാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. തീർച്ചയായും കപടവിശ്വാസികൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. അത് അവിടെ മാത്രമല്ല, അവർക്ക് ഈ ദുനിയാവിലും ഉള്ളിൽ നരകം തന്നെയായിരിക്കും. നാറുല്ലാഹിൽ മൂഖദത്തുല്ലത്തി തത്വലിഉ അലൽ അഫ്ഇദ. ഹൃദയങ്ങളെ കാർന്നു തിന്നുന്ന നരകം, തീയ് അവനെപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരു മുനാഫിക്ക്, ഒരു കപടവിശ്വാസി, അവൻ എന്തു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഭൗതികമായ സാഹചര്യങ്ങളെയും ഭൗതികമായ കാര്യങ്ങളെയും അതിനെ മുഖ്യധാരയിൽ എടുത്തുകൊണ്ടും അതിന് സ്ഥാനം കൽപ്പിച്ചുകൊണ്ടും അതിന് പരിഗണന നിലകൊണ്ടുമാണ് അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം അവൻ അല്ലാഹുവിലും റസൂലിലും ബാഹ്യമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ യഥാർത്ഥത്തിലുള്ള അവന്റെ മനസ്സിലുള്ള ഉറപ്പ്, അവന്റെ അനുഭവം, ഇതെല്ലാം ഭൗതികമായ കാര്യങ്ങളായിരുന്നു. അള്ളാഹുവാണ് എന്റെ പരിപാലകൻ, അള്ളാഹുവാണ് എന്റെ കാര്യകർത്താവ് എന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും
അവൻ പരിപാലകനായിട്ട് അവന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവൻ വിശ്വസിച്ചിട്ടുള്ളത് പണവും സമ്പത്തും അതുപോലെ തന്നെ ഈ ജോലിയും ഉപജീവന മാർഗങ്ങള് അതിനോട് ബന്ധപ്പെട്ട മറ്റു കാര്യകാരണ ബന്ധങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. അവന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ഇതായിരിക്കും. നവനിസ്കരിക്കുന്നുണ്ടായിരിക്കും, നോമ്പ് നോക്കുന്നുണ്ടായിരിക്കും ഒക്കെ. പക്ഷെ വിശ്വാസം പൂർണ്ണത പോയിട്ട് ഒരു പകുതി പോലും വിശ്വാസത്തിലേക്ക് എത്തിയിരുന്നു. തന്റെ കാര്യങ്ങൾ നടത്താനുള്ള വിഷയങ്ങൾ വരുമ്പോൾ, തനിക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ അവൻ മുന്നോട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞ ഭൗതികമായ കാര്യങ്ങളിലേക്കായിരിക്കും. ഇതുകൊണ്ട് കാര്യങ്ങൾ നടത്താം, ഇന്നത് കൊണ്ട് കാര്യങ്ങൾ നടത്താം. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അല്ലാഹു തആല ഖബൂല് ചെയ്യുക, നമ്മളിൽ നിന്നും ഇബാദത്തുകളായാലും സൽക്കർമ്മങ്ങളായാലും ഖബൂല് ചെയ്യണമെങ്കിൽ നമുക്ക് തഖ്വ ആവശ്യമാണ്. തഖ്വയുടെ ഒന്നാമത്തെ ഷർത്താണ് യുഅ്മിനൂന ബിൽ ഗൈബ്. സൂറത്തുൽ ബഖറയിൽ കാണാൻ സാധിക്കും, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം മുത്തഖീങ്ങൾക്കല്ലാതെ ഹിദായത്ത് ചെയ്യുകയില്ല. എന്താ മുത്തഖീങ്ങൾ വിവരിക്കുമ്പോൾ ആദ്യത്തെ കാര്യം പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവർ അദൃശ്യതയിൽ വിശ്വസിച്ചവരായിരിക്കും. മനസ്സിലാവും? ആദ്യത്തെ ഷർത്ത് തഖ്വക്ക് ഈമാനാണ്. ഈമാനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ സങ്കല്പമല്ല, ഒരു വിചാരം കൊണ്ടുവരലല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു ഉള്ളവനാണ്, അള്ളാഹുവിന്റെ റസൂൽ സത്യമാണ്, നാളെ മഹ്ശറുള്ള വിചാരണ സത്യമാണ്, ഇവിടെ എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ കാര്യകർത്താവ് അള്ളാഹു മാത്രമാണ്, എനിക്ക് ഭക്ഷണം നൽകുന്നവനും വെള്ളം കുടിപ്പിക്കുന്നവനും അള്ളാഹ് മാത്രമാണ് എന്നുള്ള അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം ഇവർക്ക് ദൃഢമായിട്ടുണ്ട്. അതാണ് യഥാർത്ഥ വിശ്വാസം. മനസ്സിലാവുന്നു? മറ്റവൻ അങ്ങനല്ല, മറ്റവൻ അതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല. അതിനു പകരം അവരുടെ വിശ്വാസം ഈ ഭൗതികതയിലായിരിക്കും. കാശുണ്ടെങ്കിൽ കാര്യം നടക്കുന്നുള്ളൂ, അല്ലേ? എന്നാൽ അവന് ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അത് അവനിലേക്ക് പിശാച് കാണിച്ചു കൊടുക്കൂല. എത്രയോ പണമുള്ള ആളുകൾക്ക് അവരുടെ കാര്യം നടക്കാതിരുന്നിട്ടുണ്ട്. പണം ഉണ്ടായിട്ട് പോലും ഓരോരോ ടൈമിൽ അത് നടക്കാതിരുന്നു പോയിട്ടുണ്ട്. എന്നാൽ പണമില്ലാത്തവർക്ക് അവനെ പോലും ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിൽ അവന്റെ കാര്യങ്ങൾ ഭംഗിയായി നടന്നു പോയിട്ടുണ്ടാവും. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് ബദരീങ്ങളായ മഹാന്മാരുടെ പ്രസക്തി. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും അവര് ഈമാൻ കരസ്ഥമാക്കിയപ്പോൾ അവര് എന്തും ബലിയർപ്പിക്കാൻ അവർ തയ്യാറാണ്. ഇവിടെ ബദർ യുദ്ധത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചതുപോലെ മുസ്ലിമീങ്ങള് യുദ്ധക്കുതിയന്മാരാണ്, അവർക്ക് ഇഷ്ടംപോലെ യുദ്ധം നടന്നിട്ടുണ്ട്. ആദ്യ യുദ്ധമായ ബദർ യുദ്ധത്തിൽ പോലും വളരെ നിഷ്ഠൂരമായിട്ടാണ് അവര് അവരുടെ നേതാക്കന്മാരെയെല്ലാം, ശത്രുക്കളുടെ നേതാക്കന്മാരെല്ലാം കൊല ചെയ്തത് എന്നൊക്കെ പലരും പറഞ്ഞു കാണാം. എന്നാൽ അത് ശരിക്കും അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പറയുന്നത്. മുസ്ലിമീങ്ങളാകെ 313 ആളുകളെ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ശത്രുക്കള് 1000 ശത്രുക്കളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ്, അള്ളാഹുവിന്റെ സഹായം ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത്. മുസ്ലിമീങ്ങള് അങ്ങനെ അങ്ങണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് കൽപ്പന കൊടുത്തതൊന്നുമല്ല. ചരിത്രം വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, എത്രയോ കാലം വളരെയധികം സഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുത്തനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒട്ടകത്തിന്റെ കുടൽമാലയിട്ടു. പല വിധത്തിലും അവർ ആക്രമിച്ചിട്ടുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിൻപറ്റിയ കുറഞ്ഞ എണ്ണം വരുന്ന അവരുടെ അനുയായികളെ അവർ പരമാവധി പീഡിപ്പിച്ചിട്ടുണ്ട്. അവരോട് നിസ്സഹകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരോട് വിവാഹബന്ധം
മുറിച്ചിട്ടുണ്ട്, വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വിലക്കിയിട്ടുണ്ട്. അവരോട് ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് ആ കരാറ് അവരാ പ്രഖ്യാപനത്തിന് ഇവരോട് ബന്ധപ്പെടരുത് എന്ന് പറയുമ്പോൾ അങ്ങനെ അവർ പറയുന്നതിന് എതിര് ചെയ്തവരെ ആക്രമിച്ചിട്ടുണ്ട്. ഒരു നിലക്കും വിശ്വാസികൾക്ക് അവിടെ ജീവിക്കാൻ സാധിക്കാത്തൊരു രംഗം അവരൊരുക്കി. അങ്ങാടിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റാതായി, പരസ്പരം തന്നെ ബന്ധപ്പെടാൻ പറ്റാതെയായി. അബൂജഹലൊക്കെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ആ മനോഹരമായ, അന്നത്തെ ഏറ്റവും മനോഹരമായ വീടായിരുന്നു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു വീട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു വീട് സ്വന്തമാക്കി അബൂജഹൽ. അബൂജഹലാണ് അവരുടെ നേതാവ്. ശത്രുക്കളോട് സഹാബാക്കളുടെ സ്വത്തുകൾ അവർ അപഹരിച്ചെടുത്തു. ഒന്ന് ചിന്തിച്ചു നോക്കി, എങ്ങനെ അവർ ജീവിക്കും? എന്നാ ഇവരുടെ സ്വത്തുക്കൾ അവർക്ക് മടക്കി കിട്ടണം. അവരുടെ കുടുംബങ്ങളെ പരസ്പരം അവരെ തൊട്ട് അകറ്റി. പരമാവധി ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിന് ഉപരിയായി അവർക്ക് പ്രയാസം വന്നു. ആ സന്ദർഭത്തിലാണ്, ഒരു നിവൃത്തിയില്ലാതായപ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യാനുള്ള കൽപ്പന വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. നിർദ്ദേശിച്ച സന്ദർഭത്തിൽ പിന്നെ അവർക്ക് ഒന്നും നോക്കേണ്ടി വന്നില്ല. മാത്രല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിന്ന് ഈമാൻ ആർജിച്ചെടുത്തപ്പോൾ അവർക്ക് അള്ളാഹുവിന്റെ റസൂൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ മൂസാ നബിയുടെ ജനതയെ പോലെ ഒരു ജനതയല്ല, അങ്ങ് ഞങ്ങളോട് പറയുകയാണെങ്കിൽ കുതിരപ്പുറത്ത് കയറി കിഴക്കൻ ചക്രവാളം മുതൽ പടിഞ്ഞാറൻ ചക്രവാളം വരെ കുതിക്കാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ ആ കുതിരപ്പുറത്ത് സവാരി ചെയ്യാൻ തയ്യാറാണ് അല്ലാഹുവിന്റെ റസൂലേ എന്നുള്ള ആശയം വരുന്ന വാക്കുകൾ അവരിൽ നിന്ന് വന്നു. യുദ്ധം ചെയ്യണോ അതല്ല അപ്പുറം പോയിട്ട് സന്ധിയിലേർപ്പെട്ട് മാറ്റണോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ആ വിധത്തിലുള്ള ഒരു ചോദ്യം സഹാബാക്കൾ മുന്നിൽ ഇട്ടപ്പോൾ ആ സഹാബാക്കൾ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലെ, അഗ്നികുണ്ഡങ്ങൾ തയ്യാറാക്കിയിട്ട് അതിനുള്ളിൽ ആ അഗ്നികുണ്ഡത്തിലേക്ക് നിങ്ങൾ എടുത്തു ചാടണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ എടുത്തു ചാടാൻ തയ്യാറാണ് അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് എന്തു പറഞ്ഞാലും ഓക്കെയാണ് എന്നുള്ള വിധത്തിലുള്ള മറുപടിയാണ് സാഹചര്യം. മനസ്സിലാവുന്നുണ്ട്? യുദ്ധം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അവര് യുദ്ധത്തിന് മുന്നേ തന്നെ എല്ലാം ബലിയർപ്പിച്ചത് കൊണ്ടാണല്ലോ. നോക്കി, ഈ നേരത്തെ പറഞ്ഞതുപോലെ പീഡനങ്ങൾ ഉണ്ടായിട്ട് അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സഹാബാക്കളുടെ ചരിത്രം പറയാനും അത് കേൾക്കാനൊക്കെ നല്ല സുഖമാണ്. ബദർ മൗലൂദ് നടത്താനുള്ള സുഖ, ബദരീങ്ങളെ മൗലൂദ് നടത്താനും ചീരിഞ്ഞു കഴിക്കാനും അതിനോട് ദാനം ചെയ്യാനൊക്കെ ഓക്കെ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ബദരീങ്ങളുടെ ഈമാനെ നമ്മളിൽ വന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പീഡനങ്ങൾ വന്നു. സ്വന്തം കുട്ടികളെ തന്നിൽ നിന്ന് മാറ്റി, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുഞ്ഞു മക്കളെ തന്നിൽ നിന്ന് മാറ്റാണ്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭാര്യയെ തന്നിൽ നിന്ന് മാറ്റുകയാണ്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന തന്റെ പൊന്നു ഉമ്മയെയും ഉപ്പയെയും തന്നിൽ നിന്ന് മാറ്റുകയാണ്. തന്റെ ഏറ്റവും കാലങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതായ, അധ്വാനിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതായ ധനവും സമ്പത്തും തന്നിൽ നിന്നും പിടിച്ചെടുക്കുകയാണ് മക്കാര്. എന്നിട്ട് പറഞ്ഞ് വീടാട് പൂക്കോ ഇഷ്ടമുള്ളവർക്ക് എന്ന് പറഞ്ഞ് കണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ടും എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഞങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഞങ്ങൾ സത്യത്തിന്റെ മേലെയാണ് എന്നുള്ള നിലക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ ഒരു സുഖവും ഇല്ല ബാഹ്യമായി നോക്കിയാൽ. എന്നാൽ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രയാണം ഇവർക്ക് നടത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഏറ്റവും ഇതിനേക്കാളെല്ലാം പണമുണ്ടാകുന്നതിനേക്കാളും സ്വത്തും സമ്പത്തും ഉണ്ടാകുന്നതിനേക്കാളും ഭാര്യയും മക്കളും കൂടെ ഉണ്ടാകുന്നതിനേക്കാളും ഉമ്മയും ഉപ്പയും കൂടെ ഉണ്ടാകുന്നതിനേക്കാളും ആസ്വാദനവും ആനന്ദവും അവരുടെ ഉള്ളിൽ അനുഭവിച്ചിരുന്നു മുത്തുനബിയുടെ ഹളർത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർക്കൊരു കാര്യം ഉറപ്പായിരുന്നു, അവർ അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ ഉപകാരം ചെയ്യാൻ ഉപദ്രവം ചെയ്യാൻ സ്വന്തമായി കഴിവുള്ളവൻ അള്ളാഹ് മാത്രമാണ്. ഇവിടെ ഒരു ഗുണം ചെയ്യാനുള്ള സ്വന്തമായ കഴിവ് അള്ളാഹുവിനേ ഉള്ളൂ. അള്ളാഹ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വിഷയമല്ല.
അള്ളാഹു താല ഉദ്ദേശിക്കുന്ന ഇതും ഇതിന്റെ അപ്പുറവും അള്ളാഹു നൽകാൻ കഴിവുള്ളവനാണ്. ഇതിനി നഷ്ടപ്പെട്ടാലും ഇതിന്റെ അപ്പുറം നല്ലത് തരാൻ കഴിവുള്ളവനായ അള്ളാഹു ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ദൃഢമായ വിശ്വാസം ബദരീങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതിയായവനാണ് എന്നാണ് അവരുടെ മുദ്രാവാക്യം. ഞങ്ങൾക്ക് അള്ളാഹു മതിയായവനാണ് എന്നുള്ള മുദ്രാവാക്യവുമായിട്ടാണ് എന്ത് ചെയ്തത്? ബദരീങ്ങൾ യുദ്ധരംഗത്തേക്ക് പോയത്. യുദ്ധരംഗത്ത് മാത്രമല്ല, അവരുടെ മൊത്തമുള്ള അവസ്ഥ അതായിരുന്നു. ഇതാണ് വിശ്വാസം. ഇന്നും നമുക്ക് ഈ വിശ്വാസം. മഹാനായ അല്ലാമ ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഒരു എന്താ പറയുക, ഉറുദു കവിത മഹാനവറുകൾ എന്താണ്? ആജ് ബി ഹോ ഇബ്രാഹിം സ ഈമാൻ പൈദ ആഗ്കർ സക്തി ഹെ ഗുലിസ്ഥാൻ പൈദ. ഇന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈമാന് നമ്മൾ ആർജിച്ചെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്നും തീയ് പൂങ്കാവനമാകാൻ, പൂന്തോട്ടമാവാൻ തയ്യാറാണ്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈമാനെ സംബന്ധിച്ച് അല്ലാമ ഇഖ്ബാൽ. തീയ് പൂങ്കാവനമാണ്, പൂന്തോട്ടമാവണോ? നമുക്കും ഇന്ന് തയ്യാറാണ്. ഇന്ന് നമ്മളെ കാർന്ന് തിന്നാൻ വേണ്ടിയിട്ട്, നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, സ്വത്തുക്കൾ അപഹരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ഇന്ന് ഈ മുത്തുനബിയുടെ ഉമ്മത്തികൾക്കെതിരെ പരിശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷയാണ് അല്ലാമ ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അവർ സ്വന്തം പറഞ്ഞതൊന്നല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളിൽ നിന്നുമാണ് പറഞ്ഞത്. ഈമാനികമായ ആയത്തിന്റെ പൊരുളാണ് അവർ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു, അൻതുമുൽ അലാഊൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് അത്യുന്നതർ എന്ന് ഖുർആൻ പറഞ്ഞു. ലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ലില്ലാഹിൽ ഇസ്സത്തു, ഇസ്സത്ത് അഭിമാനം അല്ലാഹുവിനാണ്, വലി റസൂലിഹി അവന്റെ പ്രവാചകനിക്കാണുള്ളത്, വലിൽ മുഅ്മിനീൻ വിശ്വാസികൾക്കുമാണ്. ഇതാണ് അല്ലാമ ഇഖ്ബാൽ കവിതയിലൂടെ പാടുന്നത്. പക്ഷെ അത് ഇന്ന് ആർജിച്ചെടുക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മളുടെ അവസ്ഥ എന്താണ്? നമ്മൾക്ക് ശരിയായ ഈമാനുണ്ടോ? അതല്ല നിഫാഖാണോ? മുനാഫിക്കിന്റെ അടയാളമാണ് നമുക്കുള്ളത്. നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭൗതികതയുടെ മേലെയാണ്. എനിക്കൊരു വീട് വെക്കണമെന്ന് തോന്നിയാൽ ആ വീട് വെക്കാൻ ഞാൻ നോക്കുന്നത് എന്റെ പണവും സമ്പത്തും ഉണ്ടെങ്കിലേ എനിക്ക് വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് പണം ഉണ്ടെങ്കിലേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയും കുറെ കാര്യങ്ങൾ മനസ്സിലായി. മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ട്, രണ്ടിലും പെടാത്ത ഉടായ്പിന്റെ ആൾക്കാർ. അതേതാ ഉടായ്പിന്റെ ആൾക്കാർ എന്ന് പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിനെ വിശ്വസിച്ചിരിക്കും, ഈ ഞങ്ങൾക്ക് അള്ളാഹു മതിയായവനാണ് എന്ന് പറഞ്ഞിട്ട് മടിയന്മാരായ ആളുകൾ, പണിയൊന്നും എടുക്കാതെ ജോലിക്കൊന്നും പോവാതെ മടിയന്മാരായിരിക്കും. കുട്ടികളെ കല്യാണം കഴിക്കണ്ടാവും, അല്ലെ വീടുണ്ടാക്കണ്ടാവും. വളരെ മോശമായ അവസ്ഥയിലായിരിക്കും. കുട്ടികൾ വലുതായ ഒരു വീട് വേണം, അവൻ പണിക്കൊന്നും പോകില്ല, ശരിയാൻ പണ്ടത്തിൽ പണിക്കൊന്നും പോകില്ല. അവസാനം അവൻ പറഞ്ഞു കിടക്കൽ എന്താണ്? ഞങ്ങൾക്ക് അള്ളാഹു ഉള്ളവൻ, ഞാൻ അള്ളാഹു തവക്കുൽ ചെയ്തിട്ട് വീടുണ്ടാക്കാൻ വേണ്ടി. അവസാനം ഇവന്റെ ഇത്ര പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് കുടുംബക്കാരെല്ലാം ഒരുമിച്ച് കൂടും. എന്തെങ്ങനായാലും ശരിയാവില്ല, ഓനെ നോക്കിയിട്ട് കാര്യമില്ല, ഓൻ തനി മടിയനാണ്. പാവ പെൺകുട്ടികൾ വലുതായി വരുന്നുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം. പെൺകുട്ടികൾക്ക് കാര്യം കിട്ടൂല, വീടില്ലെങ്കിൽ ഓ ചറ്റപ്പരയിലാക്കി എടുക്കുന്നത്. അല്ലെ അവർക്ക് സ്വന്തമായൊരു വീടൊന്നുമില്ല, ഏട്ടന്മാരും എല്ലാവരും വീട് വെച്ച് പോയി, അവൻ മാത്രമായ അവർക്ക് പെൺകുട്ടികൾ കാര്യം കിട്ടാതാവും. അപ്പൊ എല്ലാ വീട്ടുകാര് അതുപോലെ തന്നെ എന്തു പറയും, അവനും ഞങ്ങൾ ജനങ്ങളൊന്നും അറിയിക്കില്ല, അള്ളാഹിനെ അറിയിക്കുള്ളൂ എന്നുള്ള ബോധത്തിൽ. എന്നാലോ ഉള്ളിൽ കൂടെ ഉടായ്പിന്റെ പരിപാടി നടത്തുകയും ചെയ്യും. ആവശ്യമുള്ള ആൾക്കാരെ അറിയിക്കാൻ പറ്റുന്നവരൊക്കെ അറിയിക്കാനും നോക്കും. മനസ്സിലായോ? കഴിഞ്ഞ പരമാവധി വേറെ മോഡലിലൂടെ ഒക്കെ ഇവരെ അറിയും വേണം. ആ വിധത്തിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജാടയും ഒരു കുതന്ത്രവും ഒരു തട്ടിപ്പും തരികടയിട്ട് നടക്കുന്ന ആളുകൾ. എന്റെ ഷെയ്ഖായ സയ്യിദ് ആരിഫുദ്ദീൻ ജീലാനി പ്രത്യേകം പറയും അവരെ സംബന്ധിച്ച്. അങ്ങനെ ആവുന്നതിനൊരു സൂക്ഷിക്കണം, ജനങ്ങളെ വഞ്ചിക്കരുത്. സംഭവം ആരോടും പറയണമെന്നില്ല, എന്നാൽ അവരുടെ പ്രവർത്തനം എങ്ങനെയെങ്കിലും ജനങ്ങളെ അറിയിക്കും തന്റെ ഇല്ലായ്മയിൽ. എന്നിട്ട് എന്ത് ചെയ്യും? അവൻ എങ്ങനെ ഞാൻ അള്ളാഹു തവക്കുൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ടിരിക്കും. അവസാനം ഇവരെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് ഇവനോട് ബന്ധപ്പെട്ട ആളുകൾ, കമ്മിറ്റിക്കാര്, അല്ലെങ്കിൽ പ്രസിഡന്റുമാര്, അല്ലെ ബന്ധപ്പെട്ട ആരെങ്കിലും മുഅ്മിനീങ്ങൾ പണക്കാരുണ്ടെങ്കിൽ അവരല്ലേ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആളുകൾ, അല്ലെ ഒന്നുമില്ലെങ്കിൽ കുടുംബക്കാരെല്ലാം കൂടിയിട്ട് അവർക്ക് നല്ലൊരു വീടൊക്കെ വെച്ചു കൊടുക്കും. അവസാനം പിന്നെ അവനക്ക് ഒന്നുകൂടി ഉഷാറായ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ മുത്തവക്കീലാണ്, ഞാൻ ഒരു വീടുണ്ടാക്കി അള്ളാഹു തവക്കുൽ, അള്ളാഹു ഞാനും തമ്മിലുള്ള ബന്ധം അത്ര വലിയ ഇതാണ് എന്നൊക്കെ പറയിച്ചിട്ട് അങ്ങനെ പറഞ്ഞു കണ്ട് അവർക്ക് അതിന്റെ പേരിലും കുറച്ച് ആളുകളെ കൂട്ടാൻ നോക്കും. അവനെ വിശ്വസിക്കുന്ന കുറച്ചാണ്. ഞാൻ വല്ലാത്ത ഈമാന്റെ ആൾക്കാർ. ഉള്ളിൽ പരിശോധിച്ച് ചോദിച്ചാൽ അവന്റെ ഉള്ളിൽ മുഴുവൻ വേറെ ആളുകളാവും. അവൻ അള്ളാഹുവിലായിരുന്ന വിശ്വാസം.
ജനങ്ങളൊക്കെ ഇവന്റെ പരിതാപകരായ അവസ്ഥ കണ്ടിട്ടാവുന്നുണ്ടായി. നമ്മളെ ശൈഖുന പറയുമായിരുന്നു, നീ മുത്തവക്കിലാണെങ്കിൽ നീ ചെയ്യേണ്ടത്, നീ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിയിട്ട് നീ എന്തുകൊണ്ടൊരു പള്ളി ഉണ്ടാക്കിയില്ല? നീ അങ്ങനെ അള്ളാഹിനോട് ചോദിച്ചിട്ട് കിട്ടുന്നതാണ്, നീ എന്തുകൊണ്ട് പള്ളി ഉണ്ടാക്കിയില്ല? അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് എത്തീമക്കൾക്ക് ചെലവാക്കിയില്ല? നിനക്ക് അങ്ങനെ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നീ സ്വാർത്ഥത കാണിക്കാൻ പാടില്ലല്ലോ. അവൻ സ്വാർത്ഥനല്ലേ? അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിയിട്ട് സ്വന്തം വീടുണ്ടാക്കി, അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിയിട്ട് സ്വന്തം കുട്ടികളെ കെട്ടിച്ചു, സ്വന്തം കുട്ടികൾക്ക് ജോലി ഉണ്ടാക്കി, സ്വന്തം കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാക്കി, ഇങ്ങനെ ഉണ്ടാക്കി, സ്വന്തം കാറ് വാങ്ങി. നല്ല തവക്കുലായി. അങ്ങനെ അള്ളാഹുവിന് മുത്തവക്കിലാണ് നീ എങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നീ വാങ്ങിക്കോ, അതിന്റെ കൂടെ യത്തീമക്കൾക്ക് നീ ഭക്ഷണം കൊടുത്തു, ഒരു യത്തീമിന് നീ വെള്ളം കൊടുത്തുവോ, നീ ദരിദ്രൻക്ക് ദാനം ചെയ്തുവോ, മറ്റുള്ളവർക്ക് വീടുണ്ടാക്കി കൊടുത്തുവോ, നീ പള്ളി ഉണ്ടാക്കിയോ, ദിക്ർ ചെയ്യുന്ന ഖാൻഖാഹകൾ ഉണ്ടാക്കിയോ? നിനക്ക് അല്ലാഹു തആല നീ ചോദിച്ചു വാങ്ങിയിട്ട് അങ്ങനത്തെ പോലും ചെയ്തിട്ടുണ്ടോ? അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ മുത്തവക്കിലായിട്ട് വീടുണ്ടാക്കി, ഒരു വീടുണ്ടാക്കി, 2 വീടുണ്ടാക്കി, കാറ് വാങ്ങി. ഇതൊരു ദുനിയാവിന്റെ പട്ടിയാണ് എന്നാണ് ഇങ്ങനത്തെ ആളുകളോട് സംബന്ധിച്ച് നമ്മുടെ ഗുരുനാഥൻ, ആത്മീയ ഗുരുവായ ഞങ്ങളുടെ ഷെയ്ഖായ ചിശ്തി ഖാദിരി തുരീഖത്തിന്റെ ഷെയ്ഖായിരുന്ന ബഹുമാനപ്പെട്ട ആരിഫുദ്ദീൻ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഇന്നും അവരുടെ ആ ഒരു പ്രവർത്തനം, ഈമാനിന്റെ ആ ഒരു ഈമാനികമായിട്ടുള്ള ചൈതന്യം എന്നും അവരുടെ സ്വന്തം മകനം ജാനശീനുമായ ബഹുമാനപ്പെട്ട നൂർ ഷാനി ജീലാനി മഹാനവറുകളിലൂടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ ബൈഅത്തും തെർബിയത്തുമായി അവിടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ ദൗത്യവുമായുള്ള ഖുലഫാക്കൾ മുന്നേറിക്കൊണ്ടിരിക്കുക. ഈ ഈമാൻ ആർജിച്ചെടുക്കണമെങ്കിൽ ഈ ബഹുമാനപ്പെട്ട ശൈഖുനാ നൂർ ഷാനി ജീലാനി തൗവലല്ലാഹു അവരുമായി സഹവസിക്കുക, അവരുമായി ബൈഅത്ത് ചെയ്ത് തുരീഖത്തിൽ പ്രവേശിച്ചാൽ ഈ ഉന്നതമായ ഈമാൻ ആർജിച്ചെടുക്കുക. അവരുടെ അവരെ സാധിച്ചില്ല, അവരുടെ ഖുലഫാക്കളുമായിട്ട് ബന്ധപ്പെടാം, ബൈഅത്ത് ചെയ്ത് ഉന്നതമായ ഈമാൻ കരസ്ഥമാക്കാൻ സാധിക്കും. അതിന് സാധിച്ച ഈ ഫക്കീറിന്റെ അടുക്കലേക്ക് ബൈഅത്ത് ചെയ്തുകൊണ്ട് ഉന്നതമായ ഈമാനിന്റെ, എന്റെ മശായിഖന്മാരിൽ നിന്ന് കിട്ടിയ ഈമാനിന്റെ ചൈതന്യം നിങ്ങളിലേക്ക് പകർന്നു തരാൻ സാധിക്കും. സഹോദരന്മാരെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ഈമാൻ നമ്മൾ ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ മരണം വളരെ മോശമാവും. നമ്മൾ ഈ ഭൗതികമായ കാര്യങ്ങളിലാണ് നമ്മളെ വിശ്വാസമെങ്കിൽ അപ്പൊ എല്ലാവർക്കും ചോദിക്കാനുള്ള അപ്പൊ ഇതൊന്നും വേണ്ടേ? അങ്ങനെയല്ല. ഇതെല്ലാം ഉണ്ടായിരുന്നല്ലോ മുത്തനബിയുടെ രീതി. അത് ഞാൻ പറഞ്ഞു, ഉടായ്പിന്റെ ആൾക്കാരാകും. ഉടായ്പിന്റെ ആൾക്കാർ വേറെ ഉണ്ട്. ഇത് ഈമാൻ സ്റ്റാൻഡേർഡ് ആളുകളുടേതാണ്. സഹാബാക്കളുടെ അവസ്ഥ, അവർ ജോലി ചെയ്തിരുന്നു, അവരുടെ ജോലി ചെയ്തിരുന്നു, കൈകാലുകളെ കൊണ്ട് അവരുടെ അവയവങ്ങളെ കൊണ്ട് അവർ ജോലി ചെയ്തിരുന്നു, പക്ഷെ ഹൃദയം അല്ലാഹുവിലായിരുന്നു. ജോലി ചെയ്യാനാണ് മുത്തനബി കാണിച്ചു തന്നത്. മുത്തനബിയും അത് മാതൃക കാണിച്ചു തന്നു. സഹാബാക്കൾ മാതൃക കാണിച്ചു തന്നു. അത് മുത്തനബിയിൽ നിന്ന് അവർ ആർജിച്ചെടുത്തതാണ്. അവർ ജോലി ചെയ്തിരുന്നു, പക്ഷേ അവർ ജോലിയെ റബ്ബാക്കിയിരുന്ന, ഇലാഹാക്കിയിരുന്നില്ല. അള്ളാഹുവിനാണ് ഇലാഹാക്കിയിരുന്നത്. തന്റെ കാര്യകർത്താവായിട്ട് അള്ളാഹുവിനാണ് വെച്ചത്. അവർക്കും പണം ഉണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോലെ, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും വലിയ വലിയ പണക്കാരായിരുന്നു. ഇഷ്ടംപോലെ സഹാബാൾ പണക്കാരൻ. പക്ഷെ അവരെ അതിനൊന്നും ഇലാഹാക്കിയില്ല. അതിനെ നൽകിയത് അള്ളാഹു നൽകിയതാണ് എന്നാണ് അവർ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല ചോദിക്കുമ്പോൾ അവർക്ക് ദാനം ചെയ്യാനും മടിയുണ്ടായിരുന്നില്ല. ഒട്ടകങ്ങളിൽ എത്രയോ ഒട്ടകങ്ങളായിരുന്നു എന്താ പറയുക, സ്വർണ്ണ നാണയങ്ങളുമായിട്ട് യുദ്ധരംഗത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹളറത്തിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സ്വത്തിന്റെ പകുതി മൊത്തം അള്ളാഹുവിന്റെ റസൂൽ അടുക്കൽ വന്നുകൊണ്ട് തുടക്കത്തിൽ തന്നെ ദാനം ചെയ്യും. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്നിലുള്ള മുഴുവനും ദാനം ചെയ്തു. അവർക്ക് അതിനുള്ള ഈമാൻ ഉണ്ടായിരുന്നു. നമ്മളോട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണക്കാരായ ആളുകളോട് പറഞ്ഞത്, ഒന്ന് സക്കാത്തിന് അർഹതയുള്ളവർ സക്കാത്ത്, 2 സക്കാത്തിന് അർഹത ഉണ്ടാവട്ടില്ലാതിരിക്കട്ടെ. കൈക്കോട്ടിന്റെ ചിന്താഗതിയാണ്, ഞാൻ സക്കാത്ത് കൊടുക്കാൻ പോലും, ഞാൻ സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ളവനാണ് എന്നൊക്കെ ഇരിക്കാൻ പാടില്ല. നിനക്ക് എന്താ കിട്ടിയ അതിൽ ദാനം ചെയ്ത് പഠിക്കുക. അള്ളാന്റെ മാർഗം അള്ളാഹു നൽകിയ ദാനം ചെയ്ത്. ഈ പണമല്ല നിന്റെ ആവശ്യപ്പെട്ട അള്ളാഹുവാണ്. ഈ ദാനം ചെയ്യുമ്പോൾ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് പറയുന്നത്. ഇന്റെ അടുത്ത് പണമില്ലല്ലോ, ഞാൻ സക്കാത്തിന് അർഹനാണ്, സക്കാത്ത് ഇങ്ങോട്ട് വാങ്ങേണ്ട ആളാണ്, അതുകൊണ്ട് ഞാൻ ദാനം ചെയ്യാനുള്ള അവസ്ഥയല്ല എന്നുള്ളത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്. വിശ്വാസിയുടെ സ്വഭാവം അങ്ങനെയല്ല. വിശ്വാസി അള്ളാഹുവിന്റെ കലാമിൽ വിശ്വസിച്ചവരാണ്. അള്ളാഹ് പറഞ്ഞു, നീ 10 ചെലവാക്കിയാൽ 100 തരാം, 700 തരാം, അത് 7000, 70, അങ്ങനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇഖ്ലാസ് അനുസരിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു. അങ്ങനെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൽകിയാൽ അതിന്റെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുമെന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് നൽകാൻ മടിയുണ്ടാവും. ഇവരെന്തുകൊണ്ടാണ് നൽകാത്തത്? വാങ്ങുന്നവനും അമ്മ കൈക്കോട്ട് പോലെ വാങ്ങും. കൈക്കോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കൂത്തിയെടുക്കലല്ലേ.
ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഞാൻ ഫിത്ർ സക്കാത്തിനാണ്, ഞാൻ സക്കാത്തിനാണ്, ഞാൻ എല്ലാറ്റിനും വാങ്ങാൻ അറിയാനാണ്, എടോ കൊടുക്കാൻ വർത്തനാണ് എന്നാണ് നമ്മളെ മശായിഖന്മാർ പറയുന്നത്. എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല? അള്ളാഹു വിശ്വാസമില്ല. അള്ളാഹു വിശ്വസിച്ചവന് കൊടുക്കണ ഒരു മടിയും ഉണ്ടാവില്ല. കാരണം അള്ളാഹിന്റെ വാക്കിൽ അവന് അത്ര ഉറപ്പാ. മറ്റു സംശയമാണ്, കൊടുത്താൽ കിട്ടുവോ? മഹാനായ അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ഹസൻ റളിയല്ലാഹു ഹുസൈൻ റളിയല്ലാഹു 3 ദിവസത്തിന്റെ നോമ്പ്, 3 ദിവസത്തെ നോമ്പിന്റെ കാര്യം ഹദീസിൽ വന്നത് കാണാം. അവരുടെ നോമ്പ് കാരണത്താൽ, അവരുടെ കാരണത്താൽ ഖുർആൻ ആയത്ത് പോലും ഇറങ്ങിയത്. എന്താ, ആകെ ദരിദ്രത്തിന്റെ ടൈമിൽ നോമ്പ് വെച്ചിട്ട് ആകെ റൊട്ടി, ഓരോരുത്തർക്കും ഓരോ റൊട്ടിയുള്ളത്. നോമ്പ് തുറക്കണ നേരത്താണ് അപ്പുറം വന്നെങ്ങാണ്ട് വിളിക്കണത് ആള്, വല്ലതും തരുമോ? ഉടനെ അതെടുത്ത് കൊടുത്തു. ഒന്നുമില്ലാതെ നോമ്പ് തുറന്നു, ഭക്ഷിക്കാനൊന്നുമില്ലാതെ വെള്ളം കൊണ്ട് നോമ്പ്. അടുത്ത ദിവസം നോമ്പ് നോറ്റു, ഇതേ സ്ഥിതി തന്നെ. അടുത്ത ആൾ വന്ന് മുട്ടി നോമ്പറക്കാൻ നേരത്ത് അല്ലാതെ പരീക്ഷയാണ്, യത്തീമാണെന്ന് പറഞ്ഞു, കൊടുത്തു, നോമ്പില്ലാതെ വന്നു. അടുത്ത ദിവസം ഇതേപോലെ റൊട്ടി ഉണ്ടായിരുന്നു, ഓരോരുത്തർക്കും ഓരോന്ന്. വീണ്ടും 3-ാമത്തെ ദിവസം വന്ന് വാതിൽ മുട്ടി, അസാറയാണെന്ന് പറഞ്ഞു, കൊടുത്തു, ദാനം ചെയ്തു. അള്ളാന്റെ റസൂലിന്റെ അടുക്കിലേക്ക് അലി റളിയല്ലാഹു അൻഹു പോകുമ്പോൾ ഖുർആന്റെ ആയത്തിറങ്ങണം, അള്ളാന്റെ റസൂലിന് ആയത്തിറങ്ങി അള്ളാന്റെ റസൂൽ കേൾപ്പിച്ചു കൊടുക്കുക. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത് ഭക്ഷിപ്പിക്കുന്നവരാണ്. മിസ്കീനം വയത്തീമം വയസാറ ഔകമഹ. മിസ്കീന്മാർക്കും യത്തീമുകൾക്കും അസാറകൾക്കും അവരുടെ സ്വന്തം കാര്യം ആവശ്യം ഉണ്ടായിരിക്കെ തന്നെ അതിന് ദാനം ഭക്ഷിപ്പിക്കുന്നവരാണ്, ദാനം ചെയ്യുന്നവരാണ് എന്നുള്ള ആശയം വരുന്ന ആയത്തിറങ്ങി. ഒന്ന് ആലോചിച്ചു നോക്കി. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും സ്വന്തം കുടുംബത്തിന് ബാക്കി വച്ചിട്ടെങ്കിലും ദാനം ചെയ്തൂടെ? അള്ളാഹു വിശ്വാസം ഉണ്ടെങ്കിൽ അള്ളാഹ് വർദ്ധിപ്പിച്ചു തരും. ദാനം ചെയ്തവർക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. പ്രത്യേകിച്ച് റമദാൻ മാസം ബദരീങ്ങള് ഈ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, സ്വത്ത് സമ്പത്തൊക്കെ ഉണ്ട്. അവരതൊന്നും അല്ല പരിഗണിച്ചു, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പരിഗണിച്ചു. അള്ളാഹുവിന്റെയും റസൂലിന്റെയും കാര്യം ഏറ്റവും വലുതായി കാണാൻ പറ്റണം. അങ്ങനത്തെ നിസ്കാരമാണ് അള്ളാഹ് സ്വീകരിക്കുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെയും കാര്യം വരുമ്പോൾ അതിനേക്കാൾ വലുത് എന്റെ ഇവിടത്തെ കാര്യങ്ങളാണ്. എന്റെ ഇവിടത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടുള്ള ഒരു നിസ്കാരം എനിക്ക് മതി. ഇവിടത്തെ കാര്യങ്ങൾ, ഭൗതികമായ കച്ചവടം, ഭൗതികമായിട്ടുള്ള എന്റെ മറ്റു കാര്യങ്ങൾ, എന്റെ സന്താനങ്ങളുടെ കാര്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റ, സന്താനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റ, അവരുടെ വിവാഹങ്ങള്, അവരുടെ സ്വന്തത്തിനും സ്വന്തം സന്താനങ്ങൾക്കുള്ള വീടുകള്, ഇങ്ങനത്തുള്ള കാര്യങ്ങള്, ഇതൊക്കെ ആകുന്നോട് കൂടിയുള്ള ഒരു നിസ്കാരം നമ്മൾ നിസ്കരിക്കും. ഈ കാര്യങ്ങളൊക്കെ ശരിയാവുന്നതോട് കൂടിയുള്ള ഒരു നോമ്പ് നമുക്ക് മതി. അതിനോട് കൂടിയുള്ള ഒരു ദാനം മതി. അതില്ലാത്തൊരു ദാനവും വേണം, നിസ്കാരവും വേണം, നോമ്പും വേണ്ട എന്നുള്ള ചിന്താഗതിയിലാണ് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ പോക്ക്. വളരെ മോശം. അൽ ബഖീലു അദുവുല്ലാഹ്, പിശുക്കൻ അല്ലാഹുവിന്റെ ശത്രുവാണ്. ഹദീസ. അസ്സഖിയു ഹബീബുല്ലാഹ്, ദാനം ചെയ്യുന്നവൻ സഖിയായ മനുഷ്യൻ, ധർമ്മിഷ്ഠൻ, ദാനം ചെയ്യുന്നവൻ അള്ളാഹുവിന്റെ ഹബീബാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവനാണ്. മനസ്സിലാവുന്നു? ഇത് നമ്മൾ മനസ്സിലാവുന്നു. എനിക്ക് വിലായത്ത് ലഭിക്കണം, എനിക്ക് അള്ളാഹിന്റെ അടുക്കൽ മാരിഫത്തും അതിന്റെ എല്ലാവിധമായ അവസ്ഥകളും ഉണ്ടാവണം. പക്ഷെ പണം ചെലവാക്കാൻ തയ്യാറല്ല. മഹാന അതിന്റെ അയലക്കത്ത് എത്തൂല, അയലക്കത്തിന്റെ 40 ഭാഗത്തേക്ക് എത്തൂല. വിലായത്ത് വെറും മാരിഫത്തും ഇതുകൊണ്ടല്ല, അതിലെ അമല് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റണം. യഥാർത്ഥ ഈമാനത്തിന് അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ പറ്റണം, അശരണരുടെ കണ്ണീരൊപ്പാൻ പറ്റണം. മനസ്സിലാവുന്നു? എന്റെ മനസ്സാഗ്രഹത്തിലാവണം. അങ്ങനത്തെ അള്ളാന്റെ വിലായത്തിലേക്ക് അടുപ്പിക്കുന്നു. എനിക്ക് കുറെ ഇൽമുണ്ട്, കുറെ അറിവുണ്ട്, അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഇനി മാരിഫത്തിനെ കരസ്ഥാക്കില്ല. ആ മാരിഫത്തിന്റെ ജീവിതത്തിൽ ഉണ്ടോന്ന് അള്ളാഹു തല നോക്കും. ആ മാരിഫത്ത് കൊണ്ട് നീ എന്താ ചെയ്യേണ്ടത്? ദാനം ചെയ്യുക, അള്ളാന്റെ മാർഗത്തില് ദാനം ചെയ്യുക. അതിന് സാധിക്കണം. ദാനത്തിന് വല്ലാത്ത പ്രാധാന്യം. ബദരീങ്ങളെല്ലാം അല്ലെ, അവര് പറ്റുന്ന വിധത്തില് ഇതിനു വേണ്ടി ചെലവാക്കാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ലല്ലോ, നല്ല ക്യാഷ് വേണം അതിന്. അങ്ങനെയൊക്കെ അവർ ദരിദ്രരാണ്, എന്നിട്ടും അവര് ചെലവാക്കി. ആകെ കുറച്ച് ഒട്ടകങ്ങൾ, കുറച്ച് കുതിരകൾ,
കുറച്ച് വാൾ, കുറച്ച് അങ്കികൾ ഇത്രയും ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞില്ല 313 ആളുകളേ ഉള്ളൂ. ആയിരങ്ങളെ തുരത്തി, ആയിരങ്ങൾ പരാജയപ്പെട്ടു പോയി ഇവരുടെ ഈമാനിന്റെ മുന്നിൽ. ഇവരുടെ ഈമാനിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവിടെ നേതാക്കന്മാരെ തന്നെ അരിഞ്ഞു വീഴ്ത്തി. എന്നിട്ട് പറയാണ് മുസ്ലിമീങ്ങൾ യുദ്ധകുതിയന്മാരാണ്. കുതിയന്മാരാണെങ്കിൽ ആയിരങ്ങൾ എന്തിനാ 313 ആക്രമിക്കണം? ഈ 313 അങ്ങനെ ആയിരങ്ങളെ ആക്രമിക്കുക? അങ്ങനെ ആക്രമിക്കും? 313 ആൾക്കാരോട് ആയിരങ്ങളെ ആക്രമിക്കുന്നത് എന്താ? അങ്ങനെ ആരെങ്കിലും ആത്മഹത്യാ പരിപാടി ചെയ്യും? അപ്പൊ കുടുങ്ങി ചെയ്താന്ന് മനസ്സിലായില്ലേ? കുടുങ്ങി ചെയ്തതാണ്. ഇവർക്ക് ഇത് രക്ഷയുള്ള ഞങ്ങൾ 313 എല്ലാവരും കൂടി ഇവിടെ നിന്ന് ലോകത്തിന് പോയാലും വേണ്ടില്ല. ശേഷമുള്ളവർക്ക് ഗുണം ഉണ്ടാവണം, ശേഷമുള്ളവർക്ക് ഇവിടെ നല്ല സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റണം. ഈ ബന്ധിതമായ അവസ്ഥയിൽ നിന്ന് മാറണം എന്ന് അവർ ഉള്ളിൽ നിന്ന് വന്നു. ആ ടൈമിലും അവരൊന്നും ചെയ്തില്ല. എത്രയോ മുന്നേ 2-3 വർഷം മുന്നേ ബദർ നടക്കേണ്ടതാണെന്നാ മഹാന്മാര് പറയുന്നത്. പക്ഷെ എന്താണ്? അള്ളാന്റെ കൽപ്പന ഉണ്ടായില്ല, അള്ളാഹിന്റെ റസൂലിന്റെ നിർദ്ദേശം ഉണ്ടായില്ല. അത് വന്നതോടുകൂടി ഇറങ്ങി. പറഞ്ഞു വരുന്നത് നമ്മള് ഈമാനെ ബദരീങ്ങളെ കണ്ടുകൊണ്ട് ഈമാൻ നന്നാക്കാൻ പരിശ്രമിക്കും. ഈ ഭൗതികത ഇതിനെ റബ്ബാക്കുക, അത്രയേ ഉള്ളൂ. ജോലി ചെയ്യണം, മടിയന്മാരെ ഇരിക്കാൻ പാടില്ല. അള്ളാന്റെ റസൂലിന്റെ മാതൃകയല്ല. അള്ളാന്റെ റസൂല് കാണിച്ചെന്ന ജോലി അള്ളാനോട് ചോദിച്ചു വാങ്ങും. ജോലി ചെയ്യുമ്പോഴും ഇതിലൂടെ അള്ളാണ് എനിക്ക് ഉപകരിക്കുന്നത്. ഇതിന് സ്വന്തമായി ഉപകാരം ചെയ്യാനുള്ള കഴിവില്ല. ഇതിലൂടെ ഇതിന്റെ റബ്ബാണ് എനിക്ക് ഉപകാരം ചെയ്യണമെന്നുള്ള ഈമാൻ വന്നു കഴിഞ്ഞാൽ ഒരു ജോലി പോയാലും വിഷമം ഉണ്ടാവില്ല. അപ്പത്തി തല കറങ്ങി വീണ് മോനെ വിസ പോയി, ആകെ ടെൻഷനായി, അറ്റാക്കായി, വാപ്പ മരിച്ചു, അല്ലെങ്കിൽ അങ്ങനായി ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ കടങ്ങളിൽ മുങ്ങി, കടങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ആകെ പ്രയാസമായി ഒരു ആത്മഹത്യ ശ്രമിച്ചു. ഇതിന്റെ ഒന്നും ആവശ്യം വരില്ല. ഇന്ന കടങ്ങളില് അവന്റെ അടുത്ത് തെറ്റു വന്നോ, കടം വല്ലാതെ ആവശ്യം. അള്ളാനെ കണ്ടുകൊണ്ട് ഒരാൾ കടം വാങ്ങിയാണെങ്കിൽ അതിനുള്ള മാർഗം ഉണ്ടാകും. ഓരോ ഈമാനല്ല കടം വാങ്ങിയ ഓക്കെ, പിന്നാണ് ഈമാൻ വന്നത്, ആയിക്കോട്ടെ, എന്നാലും എന്റെ റബ്ബ് എനിക്ക് കട അള്ളാഹു താല വിട്ടാണ് മാർഗം. അള്ളാഹു താല നൽകും. കാരണം അള്ളാഹ് പറഞ്ഞതാണ് ചോദിച്ചാൽ തരാം. ആ ഈമാൻ ഓനക്ക് ഉണ്ടാവും. അപ്പൊ അള്ളാഹിനെ കൊണ്ട് സമാധാനിക്കും. അള്ളാഹിനെ ചോദിച്ചു വാങ്ങും ചെയ്യും, ഓൻ ചോദിച്ചാൽ അത് കൊടുക്കും ചെയ്യും. ഈമാൻ ഉണ്ടാവും. മുൻഗാമികൾക്ക് കൊടുത്ത അള്ളാൻ എപ്പോഴും ഉള്ളത്. അപ്പത്തെ അള്ള മാറിയിട്ടൊന്നുമില്ല. അള്ളാഹിന്റെ ഖജനാവ് കുറെ കാലമായി, ഇപ്പൊ കാലിയായി, ഞാവതുമില്ല, അങ്ങനൊന്നുമില്ല. അള്ളാഹിന്റെ ഖജനാവ് എപ്പോഴും നിറഞ്ഞിരിക്കും. ഇന്ന ഖസാഇനി ലാ തൻഫുദു അബദ. ഇസ്ലാം എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഖജാനയാണ് അല്ലാഹു തആല. ഈമാൻ ഉണ്ടാക്കുക. ഈ ഈമാൻ ഉണ്ടാക്കാനാണ് മശായിഖന്മാരുമായി ബൈഅത്ത് ചെയ്യാൻ പറഞ്ഞത്. തുരീഖത്തിന്റെ ഹക്കായ അള്ളാഹുവിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാവിധം പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മശായിഖന്മാർ, കാമിലീങ്ങളായ മശായിഖന്മാർ. അതാണ് സിൽസില നൂരിയിലുള്ള ഷെയ്ഖും അവരുടെ ഖുലഫാക്കളും അവരുടെ മുരീദും, അവരെ പിൻപറ്റുന്ന മുരീദുമാരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിക്കും. ആവശ്യക്കാർക്ക് വരാം, വയ്യത്തെടുക്കാം, തെറിബീത്തിലാവും, ഈമാനിന്റെയും ഇഹ്സാനിന്റെ ഉന്നതമായ ദർജയിലേക്ക് ആവാം, നല്ല റാഹത്തായി മരിക്കാം. മനസ്സിലാവും? ഈമാനോടുകൂടി ജീവിക്കുകയാണെങ്കിൽ ദുനിയാവിലും നല്ല സമാധാനവും സന്തോഷമായിരിക്കും, ഐശ്വര്യമായിരിക്കും. കാരണം എന്താ? ഓനക്ക് അള്ളാനെ കിട്ടിയ എനിക്ക് എന്ത് വിഷമമാണ്. ലഹുമുൽ ബുശ്റാഫിൽ ഹയാത്ത് ദുനിയാവിലും ആഖിറത്തിലും അവനാണ് പൊലിവായ പൊലിവോക്ക്, സന്തോഷമായ സന്തോഷം. അവർക്കാണ് ഖുർആന പറയുന്നത് ലഹുമുൽ ബുശ്റ. ആ മുത്തഖീങ്ങൾക്കാണ്, ആ ഈമാനുള്ളവർക്കാണ് പൊലിവായ പൊലിവോക്ക്. കാരണം എന്താ? എല്ലാറ്റിനും കഴിവുള്ള സർവസൃഷ്ടി ചരാചരങ്ങളുടെയും സൃഷ്ടാവായ, ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞ, ഒന്നിനും കുറവില്ലാത്ത, ഐശ്വര്യ സമ്പൂർണനായ, സ്നേഹനിധിയായ, കാരുണ്യനിധിയനായ അള്ളാഹ് എന്റെ മുന്നിൽ. ഞാൻ അള്ളാഹിനെ വിശ്വസിച്ചു. അള്ളാഹ് പറഞ്ഞിട്ട് എന്റെ കാര്യങ്ങൾക്ക് അള്ളാഹ് മതിയായവനാണ്. എന്റെ കാര്യങ്ങൾക്ക് അള്ളാഹ് മതിയായവനാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ സംശയമൊന്നുമില്ല. എനിക്ക് നല്ല ഉറപ്പാ എന്റെ അള്ളാഹ് എന്റെ അടുത്തുണ്ട്. ഓൻ ഡാൻസ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് എന്റെ അള്ളാഹ് മതിയായവനാണെന്നുള്ള നിലക്ക് എന്റെ അള്ളാഹിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആരില്ലെങ്കിൽ ആര് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കും എന്റെ ഭാര്യക്കും എന്റെ അള്ളുണ്ട്, എന്റെ ഉമ്മക്കിന്റെ അള്ളുണ്ട്, എന്റെ ഉപ്പക്കിന്റെ അള്ളുണ്ട്, എന്റെ മക്കക്കിന്റെ അള്ളുണ്ട്, എന്റെ സ്വത്ത് സംരക്ഷിക്കാൻ എന്റെ അള്ളുണ്ട്, എനിക്ക് ജോലി നൽകാൻ അള്ളാഹുണ്ട്, എന്റെ വിഷമം മാറ്റാൻ അള്ളാഹുണ്ട്, എന്റെ കടങ്ങൾ വീട്ടാൻ അള്ളാഹുണ്ട്, എന്റെ രോഗങ്ങൾ ശിഫയാക്കാൻ അള്ളാഹുണ്ട്, എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അള്ളാഹുണ്ട്, എന്റെ ഹലാലെ ആഗ്രഹം നിറവേറ്റാൻ അള്ളാഹുണ്ട്, ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തുള്ള ജീവിതം നൽകാൻ എനിക്ക് അള്ളാഹുണ്ട്. ഈമാൻ ഉണ്ടാക്കണം. ആ ഈമാൻ ഉള്ളവരുമായി സഹവസിച്ചാൽ ഈമാൻ ഉണ്ടാകും. വയല് പറഞ്ഞവരായിട്ട് മാത്രം സഹവസിച്ചിട്ടോ കാര്യമൊന്നുമില്ല. ഇതൊക്കെ വയല് പറയാൻ പറ്റി, പക്ഷെ അയാൾ ജീവിതത്തിൽ സഹവസിച്ച മുഴുവനും
അവന്റെ കാര്യം നടക്കണമൊക്കെ ജോലിയും ബിസിനസ്സും കാര്യങ്ങളും അങ്ങനെയുള്ള സംസാരങ്ങൾ വരുന്ന ഒരു സാഹചര്യ കാര്യം. ഉള്ളിൽ മുഴുവൻ അള്ളാനെ കൊണ്ടെടുക്കുന്ന ആൾക്കാർ, അതായത് അള്ളാനെ കൊണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാനുള്ള ഈമാൻ കൊണ്ടെടുക്കുന്ന എനിക്ക് അള്ളുണ്ട്. അങ്ങനത്തെ ആൾക്കാരുമായി സാഹസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലേക്കും അത് കൺവേർട്ട് ആയി വരും. ആ ഈമാൻ നമ്മളിലേക്ക് കൺവേർട്ട് ആയി വരും. ആ ഈമാൻ നമ്മുടെ ഉള്ളിലേക്ക് എനിക്ക് എൻ്റെ അള്ളാഹ് മതി, എൻ്റെ അള്ളാഹ് എന്ത് രസമായിട്ട് ജീവിക്കും. രസമായിട്ട് ജീവിക്കണമെങ്കിൽ മശായഖന്മാർ സർവസ് ഖുർആൻ പറയും, അല്ലെങ്കിൽ വിശ്വാസികൾ നിങ്ങൾ അള്ളാഹു തഖ്വ ചെയ്യും, കൂനു മഅസ്വാദിഖീൻ, സത്യസന്ധരുടെ കൂടെയാവും. ഖുർആൻ സത്യസന്ധരുടെ കൂടെയാവും. ആരാ സത്യസന്ധര്? അള്ളാഹ്ക്കുള്ളത് അള്ളാഹ്ക്ക്, സൃഷ്ടികളുടേത്. അങ്ങനെ ശരിക്കും സത്യമായിട്ട് മനസ്സിലാക്കി സത്യം പറഞ്ഞു പോകുന്നത് മനസ്സിലാക്കി. അങ്ങനത്തെ തഖ്വയുള്ള മഹാന്മാരായ ആരിഫീങ്ങൾ വിശ്വാസികളുമായി സാധിച്ചു. അത് തൗഫീഖ് നൽകട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് മനസ്സിലായിട്ടുണ്ടാവും എല്ലാവരും. ചുരുങ്ങിയത് നിങ്ങൾ നമ്മൾ ബൈഅത്ത് ചെയ്യട്ടെ, ചെയ്യാതിരിക്കട്ടെ. എനിക്ക് പറയാനുള്ള, എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് സ്നേഹമുള്ള എൻ്റെ വിശ്വാസിനികളോടും പറയാനുള്ളത്, ഷിർക്ക് ചെയ്യല്ലേ. ഖഫിയായി മറഞ്ഞ ഷിർക്കിൽ നിന്ന് മാറി. നമ്മൾ കാര്യകർത്താവ് അല്ലാഹു ആണല്ലോ. ജോലി ചെയ്യണം, പണമൊക്കെ ഉണ്ടായിക്കോട്ടെ, ബാങ്കിൽ ഉണ്ടായിക്കോട്ടെ, പോക്കറ്റിൽ ഉണ്ടായിക്കോട്ടെ, എല്ലാം ഉണ്ടായിക്കോട്ടെ, പക്ഷെ എന്റെ റബ്ബ് അല്ലാഹു. അല്ലെ കബറിൽ ചെന്നവൻ റബ്ബുക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം കിട്ടൂല. അവിടെ നിസ്കാരമല്ല ആദ്യം ചോദിക്കുക, ആദ്യം കബറിൽ ചെന്നാ ചോദിക്കുക നിന്റെ റബ്ബാരാണ്, നീ അള്ളാഹുവിനെ പരിപാലകനായിട്ട് നീ വെച്ചിട്ടുണ്ടോ, നീ അങ്ങനെയാണോ ജീവിച്ചത്, അതല്ല പണത്തിനെയാണോ പരിപാലകനായി, ഇതൊക്കെ അറിയണം. എന്നിട്ട് മതി അപ്പുറത്തേക്ക് അള്ളാഹു താലാന്റെ സാഠ്യം. മനസ്സിലാവുന്ന ആ വിശ്വാസം ക്ലിയറായ ആൾക്കാർക്ക് അവിടെ ചോദിക്കൂല. കാരണം അള്ളാഹ് അറിയത്. അപ്പൊ അവിടെ മണ്ഡലപ്പൊക്കെ ചോദിക്കാൻ നിൽക്കൂല. ഓരോ ആ വിശ്വാസം ശരിയായിട്ട് മതി. അത് നിഫാഖ് കാട്ടിയ ആളാണെങ്കിൽ അവിടെ ചോദിക്കൂ. മനസ്സിലാവുന്നു. പിന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം മാത്രം മുന്നിനോട് ചോദിക്കുള്ളൂ കബറിൽ. നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നു, ഇതൊന്നും ഉപേക്ഷിക്കാനല്ല, ഇതൊക്കെ വേണം. അള്ളാഹുവാണ് റബ്ബ്, ഇതല്ല, ഇതെനിക്ക് അമാനത്തായി സൂക്ഷ്മതലേക്ക് തന്നാണ് എന്നുള്ള വിശ്വാസം ഉണ്ടാകും. ഇത് സൂക്ഷ്മതലായി അള്ള ചോദിക്കുമ്പോൾ കൊടുക്കണം. അപ്പൊ ഈ പണം അല്ല എന്റെ ആവശ്യം, വീടിന്റെ അള്ളാണെങ്കിൽ ഈ പണം പോയാൽ ഒരു കുറവും വരില്ല, ചിലവാക്കെ കൂടുതൽ തരാനും അല്ല പറയും. അതോട് ഞാൻ ചിലവാണ് അള്ളാഹുമാണ്. അപ്പൊ അള്ളാഹ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും ചെയ്യും. അള്ളാഹുത്താല വാക്ക് ഞാൻ പറയണതല്ലോ, അള്ളാഹുത്താലല്ലേ ഏത് പണ്ഡിതന്മാർ മാത്രം പറയണതല്ലോ, അള്ള പറയണതല്ലേ ഞാൻ തരാന്ന്. നിന്റെ അള്ളാന്റെ മാർക്ക് ചെലവഴിച്ചു കൊടുക്കുക, അള്ള വർദ്ധിപ്പിക്കും. അള്ള പറഞ്ഞെങ്കിൽ ആ സത്യല്ലേ. അപ്പൊ അവൻ ചെലവാക്കും, അള്ള കൊടുക്കും ചെയ്യും, എനിക്ക് പറക്കത്താവും ചെയ്യും. മനസ്സിലാവുക. പാപങ്ങളെ തേടിപ്പോണം. ദരിദ്രരെ നമ്മൾ പ്രത്യേകിച്ച് റമദാൻ മാസം പലരും കൈകാട്ടി വരുന്നവരുണ്ടാവും. അതിനേക്കാൾ അഭിമാനത്തോടു കൂടി ഇല്ലായ്മ കാരണം ആയിരിക്കും, പക്ഷെ അവരുടെ അഭിമാനം മറ്റുള്ളവരോട് അവരുടെ ഇല്ലായ്മ പറയാൻ എന്താവില്ല, അവരുടെ മനസ്സനുവദിക്കില്ല. അങ്ങനെ എത്രയോ ദരിദ്രരുണ്ടായിരിക്കും, പാവങ്ങളുണ്ടായിരിക്കും. നമ്മൾ അന്വേഷിക്കണം അങ്ങനത്തെ പാവങ്ങളുണ്ടാവില്ല. എന്നിട്ട് അവരെ തേടി പൊളിച്ചിട്ട് ഉള്ളവർ ദാനം ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നമ്മൾ കൈകാട്ടി വരുന്നവർക്ക് മാത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, കൈകാട്ടാൻ സമ്മതിക്കാൻ അതിന്റെ മുന്നേ കൊടുക്കണം. ആളുകളെ മനസ്സിലാക്കി കടത്തിലകപ്പെട്ട് കടങ്ങളിലകപ്പെട്ട് വളരെ വിഷമിക്കുന്ന ആളുകളുണ്ടാവും, തേടി പിടിച്ച് കൊടുക്കണം. പല ഇജ്ജത്തുള്ള ആളുകളും മാന്യരോട് ചോദിക്കൂല, നമ്മളവരെ ചോദിച്ച് കൊടുക്കണം. അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചൊരു ബർക്കത്ത് തരും. അങ്ങനെയാണ് ഈ റമദാൻ. അല്ല വെറും പട്ടിണി കിടന്നിട്ട് നല്ല നോമ്പറക്കാൻ നേരത്ത് പള്ളർച്ച് തിന്നുകൊണ്ട് ഞാൻ നോമ്പുകാരനായി തറാവിയും കൂടി നിസ്കരിച്ച പറയും വേണ്ട. ഇനി ഖുർആൻ പത്തം തീർക്കാനാണെങ്കിൽ പറയും വേണ്ട. പണ്ട് ഷെയ്ഖുനാഥ് തങ്ങളെ സംബന്ധിച്ച് ഹറമിൽ ഒരാൾ വലിയൊരു പണക്കാരൻ ഹറമിൽ ഇരുന്ന് കണ്ടിങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുകയാണ് ഖുർആൻ. ആ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഷെയ്ഖുന ചോദിപ്പിച്ചു, ഇദ്ദേഹം എന്താ ചെയ്തു, ഞാൻ ഇദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരിക്കണത് എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഒരാൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, കണ്ടുകൂടെ ഞാൻ എന്താ ചെയ്യണം, ഖുർആൻ. അപ്പൊ ഷെയ്ഖുന പറഞ്ഞു, അദ്ദേഹത്തോട് പറയും, നിങ്ങൾ ഖുർആൻ അതല്ല വേണ്ടത്, നിങ്ങൾ പണക്കാരനാണ്, നിങ്ങൾ ഈ നോമ്പുകാലത്തെ ഹറമിൽ ഇരുന്നും കണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഉള്ളവർക്ക് ദാനം ചെയ്യും, നിങ്ങളിലുള്ള പണം ദാനം ചെയ്യും. അപ്പൊ നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടും. പണം മുഴുവൻ പോക്കറ്റിൽ വെച്ചും കണ്ട് പണം ദാനം ചെയ്യുക, ഖുർആൻ ഇങ്ങനെ ഹത്തം തീർത്തുകൊണ്ടിരിക്കാൻ, നിങ്ങളെ ഖുർആനും അള്ള സ്വീകരിക്കില്ല, മാത്രമല്ല പിശുക്കരായിട്ട് കാരണത്താൽ നിങ്ങൾ നരകത്തിൽ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ആശയം ഷെയ്ഖുനാഥങ്ങൾ അവിടെ അവരിലേക്ക് എത്തിക്കുകയുണ്ട്. മൂരിശാദങ്ങൾ പ്രതിയോഗാവത്താലാണ്. മനസ്സിലാവുന്നു. പണമുള്ളവരുടെ നോമ്പിൽ അവർക്ക് പ്രതിഫലം കിട്ടണം, അള്ള സ്വീകരിക്കണം. അവർ പണം ദാനം ചെയ്യാൻ വേണ്ട. അതോട് ഖുർആൻ ഓതി കഴിഞ്ഞു. ഖുർആൻ അതൊക്കെ ഓതിയിട്ടില്ല, കൊത്ത തീർത്തില്ലെങ്കിലും മുന്നില്ല, അയാൾ ദാനം ചെയ്ത് അള്ള സ്വീകരിച്ചു. അങ്ങനെയാ
അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും മശായിഖുമാരെ പിൻപറ്റി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല ഈ റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ബദരീങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ധീരതയോടുകൂടി നെഞ്ചി വിരിച്ചുകൊണ്ട് ഈമാനോടുകൂടി ഇസ്സത്തോടുകൂടി അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റി അള്ളാഹിന്റെ റസൂലിനെ കാണിച്ചുകൊണ്ട് ജീവിക്കാനും ആ അവസ്ഥയിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട നില മരിക്കുവാൻ നമുക്ക് ഏവർക്കും അത് തൗഫീഖ് നമ്മുടെ മശായിഖുമാരുടെ ദറജാത്തുകൾ അല്ലാഹു നൽകുന്ന ഉയർത്തട്ടെ. ആരോഗ്യത്തിൽ ദീർഘായുസ് നൽകി നമ്മുടെ മാതാപിതാക്കന്മാർ, മശായിഖുമാർ, ഉസ്താദുമാരെ, നമ്മളോട് ബന്ധപ്പെട്ടവർ, എല്ലാ മോമിനികൾ, മോമിനാത്തുകൾ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിജാഹി സയ്യിദിനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.